പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടത് എന്തെന്നറിയാമോ? ഒരിക്കൽ ദൈവം തൻ്റെ ദൂതഗണങ്ങളിൽ ഒരുവനോട് പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും മഹത്തായ അഥവാ ഏറ്റവും മൂല്യമുള്ള കാര്യം എന്താണോ അത് നീ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ദൂതൻ ഭൂമിയിലെത്തി. ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അനേകരുടെ ജീവൻ രക്ഷിച്ച ഒരു മനുഷ്യൻ മുങ്ങി മരിക്കുന്നത് കണ്ടു. അയാളുടെ അവസാന ശ്വാസവും എടുത്ത് ദൂതൻ ദൈവത്തിൻ്റെ അടുത്തെത്തി. ദൈവം പറഞ്ഞു, ഇത് വിലപ്പെട്ടതാണ്, പക്ഷേ ഏറ്റവും മൂല്യമുള്ളത് ഇതല്ല. ദൂതൻ ഭൂമിയിലേക്ക് വീണ്ടും പോയി മറ്റു പല കാര്യങ്ങളും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെന്നെങ്കിലും ദൈവം അതെല്ലാം നിഷേധിച്ചു. ഒടുവിൽ അവസാന ശ്രമം എന്ന വണ്ണം ദൂതൻ വീണ്ടും ഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് കയറി അതിവേഗത്തിൽ എങ്ങോട്ടോ പോകുന്നത് കണ്ടു. എങ്ങോട്ടാണ് ഈ മനുഷ്യൻ ഇത്ര വേഗത്തിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ ചതിച്ച ഒരുവനെ കൊല്ലാൻ പോകുകയാണ് എന്നായിരുന്നു ആ കുതിരപ്പുറത്തിരുന്ന ആളിൻ്റെ മറുപടി. ആരെയാണ് കൊല്ലുന്നത് എന്ന് കാണാൻ ദൂതൻ അയാളെ അനുഗമിച്ചു. ഒരു വീട്ടുമുറ്റത്തെത്തിയ യാത്രക്കാരൻ തോക്കുമെടുത്ത് ഒരു വീടിൻ്റെ ജനലിനുള്ളിലേക്ക് കാഞ്ചി വലിക്കാൻ ഒരുങ്ങുകയാണ്. കാഞ്ചി വലിക്കാൻ തുടങ്ങുമ്പോൾ അകത്തെ കാഴ്ച ആ മനുഷ്യൻ കാണുന്നു. ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ ചുംബിച്ച് ഉറക്കാൻ കിടത്തുന്നു. തൊട്ടരികിൽ സ്നേഹനിധിയായ ഭാര്യ കണ്ണുനീരോടെ ഇരിക്കുന്നു. എന്താണെന്നറിയാൻ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് ആ കുതിരക്കാരൻ കാണുന്നത് പകലന്തിയോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിയർപ്പൊഴുകി അധ്വാനിച്ച് ആ ഫലവുമായി വീട്ടിലേക്ക് മധുര പലഹാരങ്ങളുമായി എത്തിയതാണ് ആ മനുഷ്യൻ. തിരിച്ചെത്തിയ ആ മനുഷ്യൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പലഹാരമൊക്കെ കൊടുത്ത് അവരെ ശാന്തമായി ചുംബിച്ച് ഉറക്കുകയാണ്. ഭാര്യയെ ആശ്വസിപ്പിക്കുന്നു, നമുക്കും ഒരു നല്ല കാലം വരും. തോക്ക് ചൂണ്ടി നിന്ന കുതിരക്കാരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ സ്നേഹനിധിയായ മനുഷ്യനെയാണോ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനുതാപമുണ്ടായി. തോക്ക് തിരിച്ചു വെച്ച് കണ്ണുനീർ പൊഴിച്ച് ആ കുതിരക്കാരൻ മടക്കയാത്രയായി. അയാളുടെ ഒരു തുള്ളി കണ്ണുനീരുമായി ദൂതൻ സ്വർഗത്തിലെത്തി ദൈവസന്നിധിയിൽ ചെന്നു. ദൈവത്തിന് സന്തോഷമായി. ഇതാണ് ഏറ്റവും മൂല്യമുള്ള വസ്തു, അനുതാപത്തിൻ്റെ കണ്ണുനീർ. അതെ, പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ. ദൈവസന്നിധിയിലേക്കുള്ള മടങ്ങി വരവിനേക്കാൾ മനോഹരമായ യാത്ര മറ്റൊന്നില്ല. തെറ്റിന് ശേഷമാണെങ്കിലും തീർത്ഥാടനത്തിന് ശേഷമാണെങ്കിലും അനുതാപ കണ്ണുനീരിനേക്കാൾ ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ മൂല്യം മറ്റൊന്നില്ല എന്നതാണ് സത്യം. തിരിച്ചു വരാൻ ഒരു സ്ഥലമുണ്ട് എന്നതാണ് എല്ലാ യാത്രകളുടെയും മനോഹരിത. എവിടെ നിന്നാണ് പോയത് എന്നതാണ് എവിടേക്കാണ് പോകുന്നത് എന്നതിനേക്കാൾ മനോഹരിത തീരുമാനിക്കുന്നത്. യാത്രകൾ രണ്ടു തരമുണ്ട്. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള യാത്രയും ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ സമ്പന്നത തിരിച്ചറിയുന്ന യാത്രയും. എല്ലാ യാത്രകൾക്കിടയിലും തിരിച്ചു പോകണമെന്ന ഒരു ഉൾവിളി ഉണ്ടാകും. തെറ്റ് ചെയ്തു പോകുന്നതിനിടയിലും തിരിച്ചു വരൂ എന്ന മനസ്സാക്ഷിയുടെ സ്വരം പ്രതിധ്വനിക്കുന്നുണ്ടാവും. തുടർ തെറ്റുകളിൽ ഏർപ്പെടുന്നവരെല്ലാം ആ സ്വരം അവഗണിച്ച് നീങ്ങുന്നവരാണ്. മടങ്ങി വരാനാകാത്ത ഒരു യാത്രയുമില്ല. പലരും തിരിച്ചു വരാത്തതിന് കാരണം തിരിച്ചെത്തുമ്പോഴുള്ള ചോദ്യചിഹ്നങ്ങളോടുള്ള ഭയമാണ്. തെറ്റി എന്നറിഞ്ഞാൽ പിന്നെ തിരുത്തുക എന്നതാണ് പോംവഴി. തെറ്റ് തിരുത്തുന്നതിനേക്കാൾ വിശുദ്ധമായി മറ്റെന്തെങ്കിലും കർമ്മമുണ്ടോ? ഒരു തെറ്റ് പോലും ചെയ്യാത്തവനേക്കാൾ ശ്രേഷ്ഠനാണ് ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നവൻ. തെറ്റ് ചെയ്തതിനേക്കാൾ മുന്നൊരുക്കവും മനസാന്നിധ്യവും വേണം തെറ്റിൽ നിന്നും തിരിച്ചു നടക്കാൻ. അടിപ്പെട്ടുപോയ ശീലങ്ങളിൽ നിന്നോ പെരുമാറ്റ വൈകൃതങ്ങളിൽ നിന്നോ ഒരാൾ പിന്മാറാൻ തീരുമാനിച്ചാൽ അയാൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ഉത്തരവാദിത്വമുള്ള സമൂഹത്തിൻ്റെ കടമ. ശ്രദ്ധിക്കുക, അനുതാപത്തേക്കാൾ വലിയ പശ്ചാത്താപം
ദൈവസന്നിധിയിൽ മറ്റൊന്നുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കും.